യുനെസ്കോയുടെ സാഹിത്യ നഗരമെന്ന പ്രഖ്യാപനത്തിനൊരുങ്ങി കോഴിക്കോട്. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എം.ബി. രാജേഷ് സാഹിത്യ നഗരം പ്രഖ്യാപനം നടത്തും. എം.ഡി. വാസുദേവൻ നായർക്കുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ വജ്ര ജൂബിലി പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നടക്കും. സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കുന്നതിന്റെ ആഹ്ലാദ സൂചകമായി വിവിധ പരിപാടികളാണ് ജില്ലയിൽ നടക്കുന്നത്. സാഹിത്യവും കലയും മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന നാടാണ് കോഴിക്കോട്. സമ്പന്നമായ സാഹിത്യ പാരമ്പര്യവും കോഴിക്കോടിനുണ്ട്. സാഹിത്യ നഗരം എന്ന യുനെസ്കോയുടെ പദവി ലഭിക്കുമ്പോൾ അതിന് വഴിയൊരുക്കിയ സാഹിത്യകാരന്മാരെ ഓർക്കുകയാണ് നഗരവും നാട്ടുകാരും. ഇറച്ചിക്കണ്ട മൊയ്തീനും നൊണ്ടിപ്പറങ്ങോടനും ഊനനെ ഇടയ്ക്കിടയ്ക്ക് സഹായിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ പ്രധാന അതിഥിയുടെ മട്ടിൽ കേളു മാസ്റ്ററും ഇരിക്കുന്നുണ്ട്. ബാങ്കിൽ നിന്ന് ഇറങ്ങി തെരുവീതിയിലൂടെ നടന്നു. അപ്പോൾ ഒരു ആലോചന, എഴുത്തു കൊടുത്താൽ സാറാമ്മ വായിച്ചു കളിയാക്കുമോ അതോ മറുപടി കൊടുക്കുമോ? സാഹിത്യ നഗര പ്രഖ്യാപനത്തിന്റെ ആഹ്ലാദ സൂചകമായി മിഠായി തെരുവിലെ എസ്.കെ. പൊറ്റക്കാട് പ്രതിമയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച പുസ്തക വായനയിൽ വിശ്വസാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളുമായി കോർപ്പറേഷൻ കൗൺസിലർമാരും യുവജന വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളും പങ്കാളികളായി. ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ലാതെ, ഒരു രാഷ്ട്രീയത്തിൻ്റെ നിറമോ ഒന്നുമില്ലാതെ നമ്മുടെ കോഴിക്കോട്ടുകാർ നെഞ്ചിലേറ്റിയ ഈ ഒരു യുനെസ്കോ സാഹിത്യ നഗര പദവി അത് ഇന്ന് ഔദ്യോഗികമായി നമുക്കിത് പ്രഖ്യാപിക്കുകയാണ്. പുസ്തക വായനയിൽ പങ്കുചേരാൻ സാഹിത്യകാരന്മാരായ എസ്.കെ. പൊറ്റക്കാടിൻ്റെയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും തിക്കോടിയൻ്റെയും ബന്ധുക്കളും എത്തി. നഗരത്തിന് ഇങ്ങനെ ഒരു പദവി കിട്ടിയതിന് എത്രയോ അധികം അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അച്ഛൻ്റെ ഒരു കാരണം കൊണ്ട് കൂടിയാണല്ലോ. ഒരു കോഴിക്കോട്ടുകാരനായ അച്ഛൻ, കോഴിക്കോട്ട് ജനിച്ച അച്ഛന് വിദേശയാത്രയൊക്കെ ചെയ്യുമ്പോൾ ആരെന്ത് ചോദിച്ചാലും അച്ഛൻ ആദ്യം വരെ കോഴിക്കോട്ടിനെ കുറിച്ചാണ് പറയാം. ആഘോഷത്തിന്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങളിൽ മധുരം വിതരണവും പുസ്തകശാലകളിൽ വിലക്കിഴിവും ഏർപ്പെടുത്തിയിരുന്നു. യുനെസ്കോയുടെ സാഹിത്യ നഗര പ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കോഴിക്കോടിൻ്റെ സമ്പന്നമായ സാഹിത്യ പാരമ്പര്യത്തിനും ഊർജ്ജസ്വലമായ സംസ്കാരത്തിനും ലഭിച്ച അംഗീകാരമാണ് ഈ ഒരു പ്രഖ്യാപനം. അതിനെ വരവേൽക്കാൻ ഈ നഗരവും നാട്ടുകാരും ഒരുങ്ങിക്കഴിഞ്ഞു. നിബിൻ രാജിനൊപ്പം റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, കോഴിക്കോട്.